സംസാരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഒരു പ്രശ്നം നടന്നിട്ടുണ്ടായിരുന്നില്ലേ? നമ്മുടെ ബിൻസി അപ്പാനി വിഷയം അനുമോളോട് ചോദിക്കുന്നത്, നല്ല രീതിക്ക് ബിൻസി അനുമോൾക്കിട്ട് കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടായിരുന്നല്ലേ? ആ സമയത്ത് അനുമോളെ മനഃപൂർവ്വം ബിൻസിയുടെയും മറ്റുള്ളവരുടെ മുൻപിൽ ഇട്ട് കൊടുത്ത ഒരു കട്ടപ്പയും കൂടെ നമ്മൾ കണ്ടായിരുന്നല്ലേ? വേറെ ആരുമല്ല, ആദില തന്നെ. അനുമോള് ബിൻസിയെക്കുറിച്ച് ഒരു മോശമായ രീതിയിൽ പരാമർശിച്ചെന്നും അനുമോളാണിത് തുടങ്ങി വെച്ചെന്നും ഉള്ള രീതിയിൽ ആദില എല്ലാവരുടെ മുൻപിൽ അനുമോളെ അതിൻ്റെ സത്യാവസ്ഥ നമുക്കൊന്ന് നോക്കിയാലോ? ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ഇനി ശ്രദ്ധിച്ചോ? ഇനി ശ്രദ്ധിക്കണം. ഇല്ല, അവിടെ ഒന്നും ഇല്ല. ശൈത്യയും ആദിലയും കൂടെ ആരെക്കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് അറിയാമോ? ഷാനവാസിൻ്റെ അടുത്ത് ഈ ബിൻസിയും അപ്പാനിയുടെയും കാര്യമാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആ സമയത്ത് എല്ലാവരുടെയും മുൻപിൽ പതുങ്ങി ഒന്നും മിണ്ടാതെ മാറി നിൽക്കുന്ന ഒരാളെ കണ്ടോ? അത് നമ്മുടെ അനുമോളാണ്. ഒരക്ഷരം പോലും പറയാതെ അനുമോൾ അവിടെ മാറി നിൽക്കുന്നതും ശൈത്യയും ആദിലയും കൂടെ ഷാനവാസിനെ ഇളക്കുന്നതുമായിട്ടുള്ള സീനാണ് നമ്മളവിടെ കാണുന്നത്. ബിൻസിയായിട്ട് ബിൻസിനെ ഇപ്പം ഒരു കോംബോ കളി കളിക്കും. ഇതൊക്കെ ഇവിടെ ഇളക്കി വിട്ടതും ഷാനവാസിനെ ഇതിനു വേണ്ടിയിട്ട് മുന്നയിച്ചതും ഒക്കെ ഇവളുമാർ മൂന്നും കൂടെ. അനുമോൾക്ക് ഇതിനകത്ത് യാതൊരുവിധ പങ്കുമില്ല. ഇവളുമാർ ഒളിഞ്ഞും തെളിഞ്ഞും നിന്ന് പറഞ്ഞത്, അനുമോൾ ഉൾപ്പെടെ 4 പേരും കൂടെ പറഞ്ഞ കാര്യം അനുമോൾക്കൊരു പ്രശ്നം വന്നപ്പോൾ, അതായത് അപ്പാനിയുമായിട്ടൊരു പ്രശ്നം വന്ന് അനുമോൾക്ക് സഹിക്കാൻ പറ്റാതായപ്പോൾ അവളത് വെട്ടി തുറന്ന് വിളിച്ച് പറഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്രതിയായതാരാ? അനുമോൾ മാത്രം. ബാക്കി 3 എണ്ണം നല്ല വൃത്തിക്ക് കൈ ഒഴിഞ്ഞ് ഷാനവാസ് അപ്പം തന്നെ അവിടെ നിന്ന് മുങ്ങുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേറൊരു ചേച്ചിയുടെ താണ്ഡവം കൂടെ അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ബിൻസി ചേച്ചിയുടെ, എന്നെക്കുറിച്ച് നീ അത് പറഞ്ഞു, എന്നെക്കുറിച്ച് ഇത് പറഞ്ഞു, നീ എന്നെക്കുറിച്ച് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു, നീ മോശപ്പെട്ടവളാണ്, നീ ആ പിആറിൻ്റെ ബലത്തിലാണ് ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അനുമോളെ ശരിക്കിട്ട് കുടഞ്ഞില്ലേ? ആ ചേച്ചിയുടെ ഒരു വീഡിയോ കൂടെ നമുക്കൊന്ന് കണ്ടാലോ? ഈ ചേച്ചിമാർ രണ്ടും കൂടി ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ജിസേലിൻ്റെ നെവിൻ്റെയും കാര്യമല്ലേ? എത്ര മോശപ്പെട്ട രീതിയിലാണ് അവർ രണ്ടുപേരും കൂടെ ആക്ട് ചെയ്ത് കാണിച്ചത്. ഈ ബിൻസി. അത് കണ്ടുകൊണ്ടിരിക്കാൻ ശൈത്യ, അത് കഴിഞ്ഞ് കുറേ കുറ്റം ശൈത്യയും ബിൻസിയും കൂടി ഇരുന്ന് പറയുന്നുണ്ട്. അപ്പാനി കാരണമാണ് ബിൻസി ഇറങ്ങിപ്പോയതെന്ന് അനുമോൾ പറഞ്ഞതിൻ്റെ പേരിൽ അനുമോളെ അടിക്കും എന്ന് പറഞ്ഞ ആളാണ് ബിൻസി. അപ്പോൾ നമ്മുടെ ജിസേൽ ഇവളെ എന്തോ ചെയ്യണം? ഇവളുടെ ഈ കോപ്രായം കണ്ടിട്ട് ഇവിടെ തലമണ്ട തല്ലി പൊട്ടിക്കണ്ടായോ ഇവൾ ഈ പറയുന്നത് കേട്ടിട്ട്? ഇത്രയും പരിശുദ്ധയായ ആരും ഒന്നും പറയാത്ത നല്ലവളായ ഈ സ്ത്രീ ഇവിടെ വന്ന് കിടന്ന് എന്തൊക്കെയാ 2 ദിവസമായിട്ട് ഷോ കാണിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? എല്ലാ കാര്യത്തിനും കൂട്ടുനിന്ന്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വളച്ചൊടിച്ച് ഷാനവാസിൻ്റെ ചെവിയിലും എത്തിച്ച് അവിടെ എല്ലാം പറഞ്ഞു നടന്നിട്ട് ലാസ്റ്റ് അതെല്ലാം കൊണ്ട് അനുമോളുടെ തലയിൽ എടുത്തിട്ട് വെച്ച നമ്മുടെ കട്ടപ്പ, ആദില, നൂറ, ശൈത്യ. പിന്നെ സ്വന്തം കാര്യം വരുമ്പോൾ മാത്രം പൊള്ളിയിട്ട് മറ്റുള്ളവരെക്കുറിച്ച് വെറും വർത്തമാനം പറഞ്ഞ ഈ ബിൻസി. ഇവളുമാരെ 4നേക്കാട്ടും ഭേദമല്ലേ അനുമോള്? അവൾക്ക് മനസ്സിലുള്ളത്, അവളെ അത്രയും അപ്പാനി വേദനിപ്പിച്ചപ്പോഴാണ് അവൾ ആ മുഖത്ത് നോക്കി അവൾ ആ ഒരു സംബോധന അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അപ്പാനിയുടെ അടുത്ത് അവൾ സംസാരിച്ചത്. ഇവളുമാർ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞു നടന്ന കാര്യങ്ങൾ മുഖത്ത് നോക്കി പറഞ്ഞു. ഇതാണ് അനുമോൾ ചെയ്ത തെറ്റ്. അപ്പം ഇവളുമാർക്ക് എന്തും പറയും, ഇതാരും കാണുന്നില്ലെന്നാണ് വിചാരം. അവിടെ നിൽക്കുന്ന ആൾക്കാർ കാണുന്നില്ലായിരിക്കും, പക്ഷെ പുറത്തെ ജനങ്ങൾ കാണുന്നുണ്ടെന്ന് ബിൻസിയും ശൈത്യയും ആദിലെ നൂറെ ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഇനി ഗൈസ്, നിങ്ങളുടെ ഉഴവ, നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് തോന്നുന്നതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇവളുമാർ ചെയ്യുന്ന ഈ പ്രവൃത്തി, പറഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ, ഒറ്റപ്പെടുത്തി അനുമോളെ ഇട്ട് എറിഞ്ഞു കൊടുത്ത ആ ഒരു പ്രവൃത്തിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.